بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، يا أيها المدثر എന്ന സൂറത്തിൻ്റെ തഫ്സീറാണ് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് മക്കിയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. جابر بن عبد الله رضي الله عنه رواية ചെയ്യുന്നു أنه سمع رسول الله صلى الله عليه وسلم يحدث عن فترة الوحي. رسول الله صلى الله عليه وآله وسلم فترة الوحي കുറിച്ച് പറയുന്നത് ജാബർ റളിയല്ലാഹു അൻഹു കേട്ടു. ഫത്രത്തുൽ വഹി എന്നാൽ വഹീന്റെ ഇടവേള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ആദ്യമായി വഹി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ 5 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീടൊരു ഫത്രത്തുണ്ടായി, ഒരിടവേളയുണ്ടായി, വഹി വന്നില്ല. ആ സമയത്ത് അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഫബൈന അന അംശി ഇദ് സമിഅ്തു സൗതൻ മിനസ് സമാ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ മുകളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഫറഫഅ്തു ബസറി ഖിബല സമാ. മുകളിലേക്ക് ഞാൻ അപ്പോൾ എന്റെ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി. ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹിറാ. അപ്പോൾ അതാ ഹിറായിൽ എന്റെ അടുത്ത് വന്ന മലക്ക്, ഹിറാ ഗുഹയിൽ വെച്ച് എന്റെ അടുത്തേക്ക് വന്ന മലക്കതാ ഖാഇദുൻ അലാ കുർസിയ്യിൻ ബൈനസ് സമാഇ വൽ അർദ്. ആകാശത്തിനും ഭൂമിയിലുമിടയിൽ ഒരു കുർസിയിൽ, ഒരിരിപ്പിടത്തിൽ ഇരിക്കുന്നു. ആ മലക്ക് ചില റിവായത്തുകളിൽ ആകാശം മുട്ടെ ആ നോക്കുന്ന ആ ചക്രവാളം നിറഞ്ഞിരിക്കുന്നു എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഫജസസ്തു മിൻഹു ഹത്താ ഹവൈതു ഇലൽ അർദ്. ഞാൻ ആ സമയത്ത് പേടിച്ച് വീണുപോയി, താഴേക്ക് വീണുപോയി. ഫജിഅ്തു ഇല അഹ്ലി. എന്നിട്ട് ഞാൻ എൻ്റെ അഹ്ലിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നു. ഫഖുൽതു സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി. ഞാൻ പറഞ്ഞു സമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ. ചില റിവായത്തുകളിൽ ദസ്സിറൂനി വസുബ്ബു അലയ്യ മാഅൻ ബാരിദ. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. സമ്മല ദസ്സറ, രണ്ടിന്റെ അർത്ഥം പുതപ്പിക്കുക എന്നാണ്. എനിക്ക് തണുത്ത വെള്ളം ഒഴിച്ചു തരൂ എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ചു യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഈ ആയത്തുകൾ സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവതരിപ്പിച്ചു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ നബിയാക്കപ്പെട്ടത്, അവിടുത്തേക്ക് നുബുവത്ത് നൽകപ്പെട്ടത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തോടെയാണ്. ആ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ കൊണ്ടാണ്. അതുകൊണ്ട് അവിടുത്തോട് ഇർസാൽ, ഇൻദാർ അവിടുന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. ജനങ്ങളോട് താക്കീത് ചെയ്യാൻ അവിടുത്തോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, റസൂലായിട്ടില്ല. അതുകൊണ്ട് നബിയും റസൂലും ഈ രണ്ട് പദങ്ങൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിൽ
ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് വളരെ അറിയപ്പെട്ട ഒന്നാണ്. നബി എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹി ലഭിക്കുന്നു. എന്നാൽ പഴയകാല നബിയുടെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും, പഴയകാല നബിയുടെ ശരീഅത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസപ്പെട്ട ഒന്നും ഈ നബിക്ക് നൽകപ്പെട്ടിട്ടില്ല ജനങ്ങളോട് പറയാൻ. എന്നാൽ റിസാല അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ ശരീഅത്തുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന്റെ അസ്ലുകളിൽ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. എന്നാൽ ഇബാദത്തിന്റെ രീതികൾ, വിശദാംശങ്ങൾ, ചില ഹറാം ഹലാലുകൾ തുടങ്ങിയവയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ജനങ്ങൾക്ക് എന്താണോ സാധ്യമായത് അതിനനുസരിച്ച് അല്ലാഹു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ശരീഅ, ഒരു റിസാല നൽകപ്പെട്ട, ജനങ്ങളോടത് ദഅവത്ത് നടത്താൻ കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് റസൂൽ. എന്നാൽ അതില്ലാത്ത പഴയ നബിയുടെ, അതിനു മുമ്പ് വന്ന റിസാലത്തുള്ള റസൂലിന്റെ ശരീഅത്ത് തന്നെ തുടരാൻ കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് നബി. ഇതാണ് അതിൽ ഒരു അറിയപ്പെട്ട അഭിപ്രായം. വല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ എന്ന് തുടങ്ങുന്ന സൂറത്ത് കൊണ്ടാണ് നബി ആയിട്ടുള്ളത്. എന്നാൽ ഈ സൂറത്ത് കൊണ്ടാണ് അവിടുന്ന് റസൂലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബ്ബിഅ ബിഇഖ്റ വഉർസില ബിയാ അയ്യുഹൽ മുദ്ദസ്സിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബ്ബിഅ ബിഇഖ്റ, ഇഖ്റ കൊണ്ട് നബിയായി, വഉർസില ബിയാ അയ്യുഹൽ മുദ്ദസ്സിർ, ഈ സൂറത്ത് കൊണ്ട് റസൂലായി. കാരണം ഇതിലാണ് അല്ലാഹു നബിയോട് ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ കൽപ്പിക്കുന്നത്. ഖും ഫഅൻദിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഓ മുദ്ദസ്സിർ, പുതച്ചു മൂടി കിടക്കുന്ന നബിയെ, ഖും താങ്കൾ എണീക്കുക, ഫഅൻദിർ ജനങ്ങൾക്ക് ഇൻദാർ ചെയ്യുക, അവരെ താക്കീത് ചെയ്യുക. മുസമ്മിൽ, മുദ്ദസ്സിർ, ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ജമ്മല എന്ന് പറഞ്ഞാലും ദസ്സറ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. പുതച്ചു മൂടുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചു മൂടിക്കിടക്കുന്ന നബിയെ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു ഇക്റാമാണ്, ഒരു പദവിയാണത്. ബാക്കി നബിമാരെയൊക്കെ നോക്കൂ, അല്ലാഹു ഖുർആനിൽ യാ ആദമു എന്ന് പറഞ്ഞത് കാണാം, യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ, യാ നൂഹു, ഇങ്ങനെ നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ചത് കാണാം. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത് യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ എന്നിങ്ങനെയുള്ള വിളികളാണ്. ഇവിടെ നോക്ക്, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അത് കുറച്ചുകൂടി ഇക്റാമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി ഉയർത്തുന്ന ഖിതാബാണ്, അഭിസംബോധനയാണ്. വല്ലാഹു അലം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഖും താങ്കൾ എണീക്കുക, ഫഅൻദിർ ജനങ്ങൾക്ക് താക്കീത് ചെയ്യുക. നമ്മൾ ചിന്തിച്ചു നോക്കണം, ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ എന്നല്ല, ഈ ആലമിന്റെ തന്നെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു കൽപ്പനയാണ്. ഈ ദുനിയാവിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന കൽപ്പനയാണിത്. അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഓ പുതച്ചു മൂടിക്കിടക്കുന്ന നബിയെ, ഖും താങ്കൾ എണീക്കൂ, ഫഅൻദിർ ജനങ്ങൾക്ക് താക്കീത് ചെയ്യും. അതാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുടനീളം ചെയ്തിട്ടുള്ളത്. അത്തബ്ശീർ വൽ ഇൻദാർ, ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കലും അവരെ താക്കീത് ചെയ്യലും. അതിലാണ് അതാ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും എല്ലാം റളിയല്ലാഹു അൻഹും അവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് മുഅ്മിനും കാഫിറും വേർതിരിഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നന്മയുടെ ആളുകളും തിന്മയുടെ ആളുകളും വേർതിരിഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ ദൗല അത് സ്ഥാപിക്കപ്പെട്ടത് എല്ലാം
ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്തിലൂടെയാണ് നടന്നിട്ടുള്ളത്. ബിഇദ്നില്ലാഹി വ തൗഫീഖിഹി. അത്രയും കനപ്പെട്ട, അത്രയും വിലപ്പെട്ട ഒരു കൽപ്പനയാണിത്. ഇതുകൊണ്ട് സംഭവിച്ചത്, ഇതിന്റെ ആധാർ, ഇതിന്റെ അനന്തരഫലം എന്താണ് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ ഇരുത്തവും ഇതാ, നമ്മുടെ ഓരോ റബ്ബിനു വേണ്ടി ചെയ്യുന്ന നമ്മുടെ ഓരോ അമലും, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ, അവിടുത്തെ ഇൻദാറിന്റെ സമറത്തല്ലെങ്കിൽ, അതിന്റെ ഫലമല്ലെങ്കിൽ മറ്റെന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഐ ബിജിദ്ദിൻ വ നശാത്തിൻ ഖും, തങ്ങൾ എണീക്കൂ, ബിജിദ്ദിൻ വ നശാത്തിൻ, ഉണർവോടെ, ഉന്മേഷത്തോടെ, ഉറപ്പോടെ താങ്കൾ എണീക്കൂ. ഫഅൻദിർ, ജനങ്ങളെ താക്കീത് ചെയ്യൂ, അവരെ താക്കീത് ചെയ്യൂ. താങ്കളുടെ വാക്കുകൊണ്ട്, താങ്കളുടെ പ്രവൃത്തി കൊണ്ട് അവരെ താക്കീത് ചെയ്യൂ. വറബ്ബക ഫകബ്ബിർ, വറബ്ബക ഫകബ്ബിർ, കബ്ബിർ റബ്ബക എന്നല്ല, മറിച്ച് വറബ്ബക ഫകബ്ബിർ. തഅഖീർ ചെയ്യേണ്ടത് തഖ്ദീം ചെയ്ത് പറഞ്ഞാൽ അവിടെ ഹസ്ർ ലഭിക്കുമെന്നാണ്. തഅഖീർ ചെയ്യേണ്ടത് തഖ്ദീം ചെയ്താൽ, പിന്നെ പറയേണ്ടത് ആദ്യം പറഞ്ഞാൽ അവിടെ ഹസ്റിന്റെ അർത്ഥം ലഭിക്കുമെന്നാണ്. ഹസ്ർ എന്നാൽ മാത്രം എന്നർത്ഥം. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ തക്ബീർ ചെയ്യുക. ഇമാം സഅദി പറഞ്ഞു, അള്ളിംഹു ബിത്തൗഹീദ്, അള്ളിംഹു ബിത്തൗഹീദ്, നിന്റെ റബ്ബിനെ നീ തഅളീം ചെയ്യുക, മഹത്വപ്പെടുത്തുക. അത് തന്നെയാണ് ജനങ്ങളോട് കൽപ്പിക്കേണ്ടതും. ജനങ്ങളോടുള്ള കൽപ്പന എന്താണ്? ഇതാ തൗഹീദ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തഅളീം ചെയ്യുക. അതാണ് അവരോടുള്ള ഇൻദാർ, അവരോടുള്ള താക്കീത്. അതാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. എത്ര ഭംഗിയുള്ള ആയത്തുകളാണ്, എത്ര ശക്തമായ വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ്. വസിയാബക ഫതഹ്ഹിർ, നിന്റെ സിയാബ്, നിന്റെ വസ്ത്രങ്ങൾ, ഫതഹ്ഹിർ, അത് നീ ശുദ്ധിയാക്കുക. ഫതഹ്ഹിർ, സൗബിന്റെ ജംആണ് സിയാബ്. വസിയാബക ഫതഹ്ഹിർ. എന്താണ് വസ്ത്രം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ആദ്യം നമുക്കെല്ലാവർക്കും മനസ്സിൽ വരുന്നത് പോലെ വസ്ത്രങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അത് ശുദ്ധിയാക്കുക എന്നത് ഈ കൽപ്പനയിലുള്ളതാണ്. കാരണം നിന്റെ റബ്ബിനെ നീ തക്ബീർ ചെയ്യുക. ആ തക്ബീർ വളരെ അധികമുള്ള ഇബാദത്താണ് അസ്സലാ, നമസ്കാരം. അതുമാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾക്ക് ഏകദേശം എല്ലാത്തിനും ശുദ്ധി ആവശ്യമാണ്. അതുകൊണ്ട് വസിയാബക വതഹ്ഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കുക. അതുമാത്രമാണോ? അല്ല. മിനൽ ഇസ്മി, മുഫസ്സിറുകൾ, മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, സിയാബക വതഹ്ഹിർ മിനൽ ഇസ്മി, പാപത്തിൽ നിന്ന് നീ ശുദ്ധിയാക്കുക. തഹ്ഹിർഹ മിനൽ മആസി, മഅസിയത്തുകളിൽ നിന്ന് നീ അതിനെ ശുദ്ധിയാക്കുക. നിനക്കൊരിക്കലും അത് യോജിച്ചതല്ല. ഇസ്മ, മഅസിയ, അത് നിനക്ക് യോജിച്ചതല്ല. കാരണം നീ ആരാണ്? നീ മുന്തിറാൻ, നീ ജനങ്ങൾക്ക് താക്കീത് ചെയ്യേണ്ടവനാണ്. ജനങ്ങളെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നവന് യോജിച്ചതല്ല ഇസ്മും മഅസിയത്തുമൊന്നും. മറിച്ച് അവർക്ക് യോജിച്ചതെന്താണ്? തഹാറത്താണ്, ശുദ്ധിയാണ് യോജിച്ചിട്ടുള്ളത്. وكانت العرب تسمي الرجل إذا نكث ولم يف بعهد الله إنه لمدنس الثياب. അറബികൾ ഈ വാക്ക് പാലിക്കാത്ത, ഇടപാടൊന്നും ശരിയല്ലാത്ത ആളുകളെ പറയാറുണ്ടായിരുന്നു, അവന്റെ ലമുദന്നസു സിയാബ്, വസ്ത്രം ശുദ്ധിയില്ലാത്തവനാണ്, നജസായവനാണ് എന്നവർ പറയാറുണ്ട്. വൈദാ വഫ വഅസ്ലഹ്, നന്മ ചെയ്യുന്ന, കരാറും വാക്കുമൊക്കെ പാലിക്കുന്ന ആളുകളെ പറയാറുണ്ട്, ഇന്നഹു ലമുതഹറു സിയാബ്, വസ്ത്രം നല്ല ശുദ്ധിയുള്ള ആളാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ നോക്കൂ, ലാ തകു സിയാബുക അല്ലതി തൽബസു മിൻ മക്സബിൻ ഗൈരി തായിബിൻ, താങ്കളുടെ വസ്ത്രം എന്താവണം? താഹിറാകണം. അത് നല്ല വഴിക്കല്ലാതെ സമ്പാദിച്ചതാകാൻ പാടില്ല. ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച വസ്ത്രം ധരിച്ച് ഹറാമായത് തിന്ന് നീ എങ്ങനെ ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കും? ഇതൊന്നും നിനക്ക് യോജിച്ചതല്ല. അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരാൾക്കും യോജിച്ചതല്ല. ഈസ്മ അവർക്ക് യോജിച്ചതല്ല, മാസിയത്ത് അവർക്ക് യോജിച്ചതല്ല. അവരുടെ വസ്ത്രത്തിലോ അവരുടെ ഭക്ഷണത്തിലോ അവരുടെ പാനീയത്തിലോ ഒന്നും ഹറാമ് കലരുക എന്നത് അവർക്ക് യോജിച്ചതല്ല. ജനങ്ങളോട് ചോദിക്കുക എന്നതും അവർക്ക് യോജിച്ചതല്ല. മറിച്ച് ത്വയ്യിബത്തായ നഫ്സോടെ, സന്തോഷത്തോടെ നിനക്ക് വല്ലവരും തന്നാൽ നീ സ്വീകരിച്ചോളൂ. നീ സമ്പാദിച്ചത്, നിന്റെ കൈകൊണ്ട് സമ്പാദിച്ചത് നീ സ്വീകരിച്ചോളൂ.
അല്ലാതെ നീ ഹറാമായ മാർഗം സമ്പാദിക്കരുത്. ജനങ്ങളോട് നീ ചോദിച്ചു വാങ്ങരുത്. വസിയാബക വതഹിർ, ഇതിൽ നിന്നെല്ലാം നിന്റെ തൗബിനെ നീ ശുദ്ധിയാക്കുക. അതുമാത്രമാണോ? കാനൽ മുശ്രികൂന ലാ യതതഹറൂൻ, മുശ്രിക്കുകൾ ശുദ്ധിയാക്കാത്ത ആളുകളാണ്. അവർക്കെന്ത് ശുദ്ധിയാണ്? അവർക്കെന്ത് ജനാബത്ത്? അവർക്കെന്ത് തഹാറത്ത്? ഇല്ല, നജസിന്റെ ആളുകളാണ്. കാനൽ മുശ്രികൂന ലാ യതതഹറൂൻ ഫഅമറഹു അല്ലാഹു അൻ യതതഹർ വഅൻ യുതഹിറ സിയാബഹ, ശുദ്ധിയാകാനും സ്വയം വുദൂ പോലെ ഗുസ്ല് പോലെ ഇസ്ലാമിന്റെ അടയാളങ്ങളാണ് അതൊക്കെ. വുദൂവും അതുപോലെ കുളിയുമൊക്കെ ഇസ്ലാമിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നീ നിന്റെ ശരീരം ശുദ്ധിയാക്കുക, നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക. അല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ, ശുദ്ധി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ശരീരം ശുദ്ധിയാക്കണം, വൃത്തിയാകും. ശുദ്ധി നമ്മൾ വുദൂ കുളി പോലെയുള്ളത് ചെയ്താൽ, തൗബ ചെയ്താലോ ഉള്ളു വൃത്തിയാവും. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. ابن كثير رحمه الله അദ്ദേഹം പറഞ്ഞു وقد تشمل الآية جميع ذلك مع طهارة القلب, ഇതെല്ലാം ഈ തഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. ഈ സിയാബക വതഹിർ എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ ഇതെല്ലാം വരുന്നതാണ്. فإن العرب تطلق الثياب عليه, കാരണം കൽബിനെ അറബികൾ അതിനെ സൗബ് സിയാബ് എന്ന് പറയുന്ന പതിവ് ആർക്കുണ്ടായിരുന്നു? അറബികൾക്കുണ്ടായിരുന്നു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഇമ്രുൽ ഖൈസിന്റെ ഒരു കവിത കൂടി ഇബ്ൻ കസീർ എടുത്തു കൊടുത്തു. അഫാത്തിമ മഹലൻ ബഅദ ഹാദ തദല്ലുലി വഇൻ കുൻതി ഖദ് അസ്മഅതി ഹജ്രി ഫഅജ്മിലി അഗറകി മിന്നി അന്ന ഹുബ്ബകി ഖാതിലി വഅന്നകി മഹ്മാ തഅമുരി القلب يفعلي وإن تك قد ساءتك مني خليقة فسلي ثيابي من ثيابك تنسلي. ഇബ്നുൽ ഖൈസ് അയാളുടെ ഒരു പെണ്ണിനോട് പാടിയ കവിതയാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, എന്താണ്? നീ ഞാനുമായി പിരിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ പിരിഞ്ഞോളൂ, നല്ല നിലക്ക്. ഫസുല്ലി സിയാബി മിൻ സിയാബിക്ക് തൻസുലി, എന്റെ കൽബും നിന്റെ കൽബും വൃത്തിയായി വേർപിരിഞ്ഞോട്ടെ എന്ന് പറയാൻ വേണ്ടി അയാൾ ഉപയോഗിച്ചത് എന്താണ്? സിയാബ് എന്നാണ്, വസ്ത്രം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ വഖൽബക വനിയ്യതക ഫതഹിർ, നീ റബ്ബിലേക്ക് ഇൻദാറ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിന്റെ കൽബിനെ നീ ശുദ്ധിയാക്കുക, നിന്റെ നീയത്ത് ശുദ്ധിയാക്കുക. നീയത്ത് നീ ശുദ്ധിയാക്കുക. അതെന്തിൽ നിന്നൊക്കെ ശുദ്ധിയാക്കണം? റിയായിൽ നിന്ന്, തകബ്ബുർ, കിബ്റിൽ നിന്ന്. ഇതെല്ലാം അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക് വളരെ അത്യാവശ്യമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം കിതാബ് തൗഹീദിൽ ഭംഗിയുള്ള ഒരു വാക്ക് പറഞ്ഞല്ലോ. എന്താണ്? അള്ളാഹുലേക്കായിരിക്കണം ക്ഷണം. ചില ആളുകൾ ക്ഷണിക്കുന്നത് റബ്ബിലേക്ക് തന്നെ ആയിരിക്കും, പക്ഷെ അവരുടെ ഉള്ളെന്താണ്? തന്നിലേക്കായിരിക്കും അവരുടെ ക്ഷണം. അവരുടെ ക്ഷണം യഥാർത്ഥത്തിൽ തന്നിലേക്കായിരിക്കും, അവനവനിലേക്കായിരിക്കും അവരുടെ ക്ഷണം. അത് അവരുടെ ദഅവത്തിന്റെ ബറക്കത്ത് നശിപ്പിക്കും. മറിച്ച് റബ്ബിലേക്കാണോ ദഅവ, റബ്ബിലേക്ക് മാത്രമാണോ ദഅവ, അവന്റെ ഖൽബ് ഖാലിസാണോ, അതിന്റെ ആ ദഅവത്തിന്റെ ബറക്കത്ത് കാണുക തന്നെ ചെയ്യും. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ റബ്ബിനെ സൂക്ഷിച്ചത്, സബർ കൈക്കൊണ്ടത്, അല്ലാഹു മുഹ്സിനുകളുടെ അമൽ ഒരിക്കലും വെറുതെ ആക്കുകയില്ല. റബ്ബിനു വേണ്ടി മാത്രം ചെയ്തവരുടെ അമൽ വെറുതെ ആയി പോവുകയില്ല. അതിന്റെ ബറക്കത്ത് കാണുക തന്നെ ചെയ്യും. ഒന്നുകിൽ അവരുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അവരുടെ മരണശേഷമെങ്കിലും കാണുക തന്നെ ചെയ്യും. അല്ലാഹു പറയുന്നു, വറുജ്സ ഫഹ്ജുർ, വറുജ്സ ഫഹ്ജുർ. അതുപോലെ റുജ്സിനെ താങ്കൾ ഫഹ്ജുർ, ഹജ്ർ ചെയ്യുക, ഒഴിവാക്കുക. ഹജ്ർ എന്നാൽ ഒഴിവാക്കുക. റുജ്സ് എന്താണ്? റുജ്സ് എന്ന് പറഞ്ഞാൽ മോശമായ കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. മുഫസ്സിറുകൾ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞു അൽ അസ്നാം വൽ ഔസാൻ, ഇത് ബിംബങ്ങളാണ് ഇതിൽ ആദ്യം ഉൾപ്പെടുക. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതെല്ലാം, അതുപോലെ എല്ലാ മാസിയത്തുകളും
ഇതെല്ലാം മ്ലേച്ഛമായതാണ്. എല്ലാം അള്ളാഹു ഹറാമാക്കിയതെല്ലാം മോശമാണ്. അള്ളാഹു ഹറാമാക്കിയതൊന്നുപോലുമില്ല നല്ലത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കി അത് നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഉപകാരപ്പെടുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിലാണ്. ആദ്യം ആജിലായി ഉപകാരപ്പെടുന്നത് ഇവിടെയാണ്. അള്ളാഹു നമുക്ക് അവന്റെ ഹലാലിൽ തന്നെ ഗിന നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അവന്റെ ഹലാലിൽ തന്നെ അള്ളാഹു നമുക്ക് വേണ്ടത് നൽകിയിട്ടുണ്ട്. ഇത്രയുണ്ട് ഹലാൽ എണ്ണി നോക്കൂ, എണ്ണാൻ സാധിക്കുകയില്ല. ഹറാം മഹ്സൂറാണ്. അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞതാണ് ഹറാം. ബാക്കിയെല്ലാം നമ്മുടെ മുആമലാത്തിന്റെ അവസ്ഥ എന്താ? ബാക്കിയെല്ലാം ഹലാലാണ്. വലില്ലാഹിൽ ഹംദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ത്വയ്യിബാത്ത് എല്ലാം ഹലാലാക്കി തന്നിരിക്കുന്നു. യുഹില്ലു ലഹും അത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബീസാണ് നമുക്ക് ഹറാമാക്കിയിട്ടുള്ളത്. നമുക്ക് നല്ലതാണ് അത് ഒഴിവാക്കിയാൽ. ഈ ലോകത്ത് നല്ലതാണ്. എത്ര നല്ല ദീനാണിത്, എത്ര നല്ല ദീൻ, റബ്ബിന്റെ ദീൻ. റുജ്സ് താങ്കൾ ഒഴിവാക്കുക, അതൊരു നബിക്ക് യോജിച്ചതല്ല. റുജ്സ് ആ നബിയുടെ മാർഗം പിൻപറ്റിയവർക്കും യോജിച്ചതല്ല. ഏതുപോലെ അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, യാ അയ്യുഹൻ നബിയു തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കഖൗലിഹി, ഈ ആയത്ത് പോലെയാണിത്. യാ അയ്യുഹൻ നബിയു തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. ഓ നബിയെ, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നബിയോട് അല്ലാഹു വസിയത്ത് നൽകുന്നു. ഏതുകൊണ്ട്? തഖ്വ കൊണ്ട്. അല്ലാഹു മുൻഗാമികളെയും പിൻഗാമികളെയും വസിയത്ത് ചെയ്ത കാര്യമാണ് തഖ്വ. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും നാം വസിയത്ത് നൽകിയിരിക്കുന്നു, അല്ലാഹുവിനെ സൂക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയു തഖില്ലാഹ്. മുഅ്മിനുകളെ വിളിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ജനങ്ങളെ ഒന്നാകെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. ഇങ്ങനെ അല്ലാഹു വസിയത്ത് പറഞ്ഞ കാര്യമാണ് തഖ്വ, അവനെ സൂക്ഷിക്കാൻ. സ്ത്രീകളെ പ്രത്യേകം വിളിച്ച് അല്ലാഹു പറഞ്ഞു, വത്തഖീനല്ലാഹ്. അല്ലാഹുവിന്റെ ആയത്താണ്. നമുക്ക് അല്ലാഹു വസിയത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ എന്താ ഉള്ളത്? യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിനാ. അല്ലാഹുവിന്റെ റസൂലേ, ഇത് വിടവാങ്ങൽ ചോദിക്കുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് വസിയത്ത് നൽകിയാലും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്? വസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്താഅ ഫഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ. ആദ്യം തഖ്വയാണ് പറഞ്ഞത്. അല്ലാഹ് എന്താണ് തഖ്വ? അമലുൻ ബിതാഅത്തില്ലാഹ് റജാഅ സവാബല്ലാഹ് റജാഅ സവാബില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കണം, അവൻ കൽപ്പിച്ചതുപോലെ, അവൻ പഠിപ്പിച്ചതുപോലെ, അവന്റെ നൂറനുസരിച്ച്. തർക്കു മഅസിയത്തില്ലാഹ് മഖാഫത ഇഖാബില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. അല്ലാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കലാണ്. അല്ലാഹു കൽപ്പിച്ചതുപോലെ അവനെ ഭയപ്പെട്ടുകൊണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറ്റുള്ള ആരെങ്കിലും പഠിപ്പിച്ചതുപോലെയുമല്ല, മറിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാണെന്ന് പറഞ്ഞത് ഹലാൽ, അവിടുന്ന് വാജിബാണെന്ന് പറഞ്ഞത് വാജിബ്, അവിടുന്ന് ഹറാമാക്കിയത് ഹറാം. അതാണ് തഖ്വ. അതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെയാണ് ഈ ആയത്ത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എന്താണ് പറഞ്ഞത്? വഖാല മൂസ ലിഅഖീഹി ഹാറൂൻ അഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. മൂസ തന്റെ സഹോദരനോട് ഹാറൂനോട് പറഞ്ഞു, അഖ്ലുഫ്നി ഫീ ഖൗമി, എന്റെ ഖൗമിന് ഞാൻ പോകുമ്പോൾ താങ്കളോട് നിൽക്കണം. വഅസ്ലിഹ്, താങ്കൾ ഇസ്ലാഹ് ഉണ്ടാക്കുക, നന്മ ഉണ്ടാക്കുക. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, ഫസാദിന്റെ ആളുകളുടെ മാർഗം താങ്കൾ സ്വീകരിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഒരിക്കലും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ല. ആ വൃത്തികേടുകളിൽ ഏറ്റവും വലുതാണ് അൽ അസ്നാം വൽ ഔസാൻ, ഷിർക്കിന്റെ ചിഹ്നങ്ങളായ ബിംബങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം അതിൽ ഒന്നാമതായി ഉൾപ്പെടുന്ന കാര്യമാണ്.
والرجز فاهجر ولا تمنن تستكثر ولا تمنن تستكثر ولا تمنن നീ മിന്നത്ത് ചെയ്യരുത്. മിന്ന എന്നാൽ അതിന്റെ അർത്ഥം നിഅമ, ഒരു അനുഗ്രഹം, ഒരു ഉപകാരം നീ ജനങ്ങൾക്ക് ചെയ്യരുത്. എങ്ങനത്തെ ഉപകാരമാണ്? തസ്തക്തിർ, തസ്തക്തിറു, ഇസ്തിക്സാർ ചെയ്യുന്ന ഒരു ഉപകാരം. എന്താണ് ഇസ്തിക്സാർ ചെയ്യുക? കസീർ ആവശ്യപ്പെടുക, കൊടുത്തതിനേക്കാൾ അധികം ഇങ്ങോട്ട് കിട്ടുക. ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ച് നീ എന്ത് ചെയ്യരുത്? ഒരു മിന്നത്ത് ചെയ്യരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു അസർ വന്നിട്ടുണ്ട് ഇതിന്റെ തഫ്സീറായി. ലാ തുഅതിൽ അതിയത തൽതമിസു അക്സറ മിൻഹാ, ലാ തുഅതിൽ അതിയത തൽതമിസു അക്സറ മിൻഹാ. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് എന്തിനായി പോകരുത് ആ കൊടുക്കൽ? അതിനേക്കാളും അധികം, അതിനേക്കാളും വലുതെന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുള്ള ഉദ്ദേശത്തിൽ നീ കൊടുക്കരുത്. അത് മുഅ്മിനുകളുടെ കൊടുക്കലല്ല. യുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്നൊരു ജസാഅോ ഒരു ശുക്കൂറോ എന്തെങ്കിലും ഇങ്ങോട്ടൊന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്. ഇന്ന നഖാഫു മിൻ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. അങ്ങനെ കൊടുത്തവന് ഒരിക്കലും കൊടുത്തതിൽ ഒരു ബേജാറുണ്ടാവുകയില്ല. അങ്ങനെ ചെയ്തെടുത്തിട്ട് എനിക്ക് ഇതാണല്ലോ തിരിച്ചു കിട്ടിയത്. എത്ര കൊടുത്താലും പിന്നെയും പരാതി എന്നോടാണല്ലോ, ഒന്നും കൊടുക്കാത്തതുപോലെയാണല്ലോ എന്നോട് പെരുമാറ്റം, എന്നിട്ടും വേറെ ആരും ഇല്ലാത്തതുപോലെ എന്നോടാണല്ലോ വീണ്ടും ഉണ്ട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു ബേജാറിന്റെയും ആവശ്യം റബ്ബിന് വേണ്ടി കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല. റബ്ബിന് വേണ്ടി കൊടുക്കുന്ന ആളുകൾക്ക് അതുണ്ടാവുകയില്ല. അവർ അള്ളാഹുവിന്റെ സവാബാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹുബ്, അവനോടുള്ള മുറാഖബ, അത് ഖൽബിൽ നിറഞ്ഞ ഒരുവൻ നഈമിലാണ് അവന്റെ ജീവിതം ഈ ലോകത്തും. ഇന്നൽ അബ്റാറ ലഫീ നഈം. നിങ്ങൾ വിചാരിക്കരുത് ആ നഈം പരലോകത്തേക്ക് മാത്രമാണെന്ന്. അത് ഈ ലോകത്തെ നഈമുമാണ്. മുഫസ്സിറുകൾ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ ഹുബ്, അവനുള്ള മുറാഖബ, അവനെ ഏത് സമയത്തും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അവന് വേണ്ടി അമൽ ചെയ്യുന്നവൻ ഈ നഈമിലാണ് ദുനിയാവിൽ അവന്റെ ജീവിതം. അതുകൊണ്ട് അവന് ഉള്ള പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, തയ്യിബത്തായ ഒരു ജീവിതം നാം അവന് നൽകും. അവന്റെ പരീക്ഷണങ്ങളൊക്കെ അവന് ഖൈറായി മാറും ഈ ലോകത്തും പരലോകത്തും. വലാ തംനുൻ തസ്തക്തിർ വലിറബ്ബിക ഫസ്ബിർ. എന്താണ് വലാ തംനുൻ? നീ ഒരു മിന്നത്ത് കൊടുക്കരുത്, ഒരു ഉപകാരം കൊടുക്കരുത്. തസ്തക്തിർ, അതിനേക്കാളും കസീർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപകാരം അങ്ങനെ കൊടുക്കരുത്. വലിറബ്ബിക ഫസ്ബിർ, വലിറബ്ബിക ഫസ്ബിർ, നിന്റെ റബ്ബിന് വേണ്ടി ഫസ്ബിർ, നീ സബർ കൈക്കൊള്ളുക, ക്ഷമിക്കുക. അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇഹ്തസിബ് ബിസബ്രിക്, നിന്റെ സബർ കൊണ്ട് നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. വഖ്സിദ് ബിഹി വജ്ഹ അല്ലാഹി തആല, നീ അതുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക. ഫംതസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅംരി റബ്ബിഹ്. ഈ കൽപ്പിച്ച കൽപ്പനയെല്ലാം ആരോടാണ്? ഇതൊക്കെ ഇഫ്രാദായിക്കൊണ്ടുള്ള കൽപ്പനയാണ്. ഒറ്റ വ്യക്തിയോട് കൽപ്പിക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയെല്ലാം. ഖൂമു ഫഅൻദിറൂ എന്നൊന്നല്ലല്ലോ. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളോട് പറയുമ്പോൾ എങ്ങനെയാണ്? ഖൂമു ഫഅൻദിറൂ ഫകബ്ബിറൂ ഫതഹിറൂ ഫഹ്ജുറൂ എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആണ് ഈ കൽപ്പനകളെല്ലാം. അസ്ൽ എന്താണ്? അടിസ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഉമ്മത്തിനും ബാധകമാണ്. അതാണ് അസ്ൽ, അടിസ്ഥാനം. നബിയോട് അല്ലാഹു എന്ത് കൽപ്പിച്ചിട്ടുണ്ട് അത് ഉമ്മത്തിനും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണത് എന്ന് തെളിവ് വരുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാണ് എന്ന് വരാൻ ആണ് പ്രത്യേകം തെളിവ് വേണ്ടത്. മനസ്സിലായോ? നബിക്ക് ഖാസ് അല്ല എന്നതിനല്ല തെളിവ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നബിയോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് ഉമ്മത്തിന് ബാധകമാണ്. നബിക്ക് ഖാസാണെന്ന് പ്രത്യേകം തെളിവ് വന്നാലൊഴികെ അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്. ഏതുപോലെ അവിടത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നിലവിലുള്ള ഭാര്യമാരെ 4-ലധികമുള്ളവരെ നിലനിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടുള്ളതുപോലെ, അതുപോലെ അവിടത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
വിവാഹം ചെയ്യാൻ വലിയനെ ആവശ്യമില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്ക് ഖാസായി കൊടുത്തതാണ്. കാരണം നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനുകൾക്ക് ഏറ്റവും അടുത്ത വലിയാരാണ് നബിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണ്ട. മറിച്ച് ഒരു സ്ത്രീ ഇവഹബസ് നഫ്സഹാ ലിന്നബി, തന്നെ നബിക്ക് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാം, ഭാര്യയായി സ്വീകരിക്കാം. അതുപോലെ നോക്കാം അവിടുത്തെ അവിടുത്തെ അസ്വാജ്, അതാരാണ്? നമ്മുടെ ഉമ്മഹാത്താണ്. ബാക്കിയുള്ള ഒരാൾക്കും അങ്ങനെയില്ല. ബാക്കിയുള്ള ആരും മരിച്ചാൽ, അവരുടെ ഭർത്താക്കന്മാർ മരിച്ചാൽ അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ അവരെ വേറെ ആളുകൾക്ക് വിവാഹം ചെയ്യാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മഹാത്ത്, അവർ നമ്മുടെ ഉമ്മമാരാണ്. അവരെ നബിക്ക് ശേഷം ഒരാൾക്ക് വിവാഹം ചെയ്യാൻ അനുവാദമില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റക്ക് കൽപ്പിച്ച കാര്യങ്ങൾ നോക്കൂ, ഉമ്മത്തിന് ബാധകമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആയത്തിൽ മുഴുവൻ നബിയെ ഒറ്റക്ക് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രയോഗമാണ്. താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കും, താങ്കൾക്ക് മുമ്പുള്ള ആളുകൾ. ലഇൻ അശറക്ത, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലു, താങ്കളുടെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. എല്ലാവർക്കും ബാധകമാണത്, എല്ലാവർക്കും ബാധകമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഇങ്ങനെ പറഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടിയാൽ എല്ലാം ശിർക്കാണ്. മുഴുവൻ അമലും പൊളിഞ്ഞു പോകും, ആരായാലും ശരി. വലറബ്ബിക ഫസ്ബിർ, താങ്കളുടെ റബ്ബിന് വേണ്ടി സബർ ചെയ്യുക. ഫംതസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅംരി റബ്ബിഹി, ഈ കൽപ്പനകളെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചു. അവിടുന്ന് എണീറ്റു നിന്നു, അവിടുന്ന് താക്കീത് ചെയ്തു. അവിടുന്ന് തന്റെ കൽബും ഉള്ളും പുറവുമെല്ലാം എല്ലാ വൃത്തികേടുകളിൽ നിന്നും ശുദ്ധിയാക്കി. അള്ളാഹുവിനെ തഅളീം ചെയ്തു, ഏറ്റവും മുന്തിയ തഅളീം. അതുപോലെ അവിടുന്ന് എല്ലാ വൃത്തികേടുകളിൽ നിന്നും അങ്ങേയറ്റം മാറി നിന്നിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഈ ഉമ്മത്തിന് ചെയ്ത മിന്നത്ത് എത്രയാണ്, എത്ര ഉപകാരങ്ങളാണ്. എന്താണ് ഉമ്മത്ത് പകരം ഉമ്മത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇല്ല. فامتثل رسول الله صلى الله عليه وسلم لأمر ربه وبادر إليه, അള്ളാഹു കൽപ്പിച്ചതിലേക്ക് നബി വേഗത്തിൽ ചെന്നു. فأنذر الناس, ജനങ്ങളെ താക്കീത് ചെയ്തു. وأوضح لهم بالآيات البينات جميع المطالب الإلهية, അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യതകൾ എന്താണോ അതെല്ലാം വ്യക്തമായ തെളിവുകളോടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നു. വഅല്ലമ അല്ലാഹ തആല, അള്ളാഹുവിനെ തഅളീം ചെയ്തു. വദഅൽ ഖൽഖ ഇലാ തഅളീമിഹി, പടപ്പുകളെ അള്ളാഹുവിനെ തഅളീം ചെയ്യുന്നതിലേക്ക് അവിടുന്ന് വിളിച്ചു. വതഹറ അഅമാലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമലുകൾ മുഴുവൻ ശുദ്ധിയാക്കി. ളാഹിറ വൽ ബാത്തിന, പുറമേക്കുള്ള അമലും ഉള്ളിലുള്ള അമലും. മിൻ കുല്ലി സൂഇൻ, എല്ലാ വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നും. വഹജറ കുല്ലമാ യുബ്ഇദു അനില്ലാഹി മിനൽ അസ്നാമി വഅഹ്ലിഹാ, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നു. അതിനെല്ലാം ഹജർ ചെയ്തു. അസ്നാമിന്റെ ബിംബങ്ങളെയും അഹ്ലിഹ, അതിന്റെ ആളുകളെയും. വശർരി വഅഹ്ലിഹി, ശർറിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും. വലഹുൽ മിന്നത്തു അലൻ നാസ് ബഅദ മിന്നത്തില്ലാഹ്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും നിഅമത്ത് ചെയ്തു തന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മിൻ ഗൈരി അൻ യത്ലുബ മിൻഹും അലാ ദാലിക ജസാഅ വലാ ശുകൂറ, നമ്മളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു ശുക്കൂറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അവിടുന്ന് ആവശ്യപ്പെട്ടത്, അവിടുന്ന് ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ അജ്ർ മാത്രമാണ്. വസബറ ലില്ലാഹി അക്മല സബ്റിൻ, ഏറ്റവും പൂർണ്ണമായ സബർ ആരുടെ സബറാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സബറാണ്. അതുപോലെ സബറ അല തഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് ക്ഷമിച്ചു. വഅൻ മആസിയില്ലാഹ്, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അവനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ചെയ്യാതെ അതിൽ സബർ പാലിച്ചു. വഅല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വിധി കൊണ്ട് സംഭവിക്കുന്ന വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതിൽ സബർ ചെയ്തു. ഈ മൂന്നാണ് സബർ. ഒന്ന്, അള്ളാഹുവിനെ
അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാൻ സബർ വേണം. എന്നാലേ ഒരാൾക്ക് നോമ്പ് എടുത്ത് പൂർത്തിയാക്കണമെങ്കിൽ സബർ വേണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഹറാമ് കണ്ടാൽ അതിൽ നിന്ന് കണ്ണു താഴ്ത്താൻ, ഹറാമ് സംസാരിക്കാതിരിക്കാൻ, ഹറാമ് കേൾക്കാതിരിക്കാൻ സബർ വേണം. അതുപോലെ അള്ളാഹുവിന്റെ ഖദർ, അവരുടെ ഖദർ നമ്മിൽ വന്നു ഭവിച്ചാൽ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൽ സബർ വേണം. അതിൽ തൃപ്തിപ്പെടലാണ് ഏറ്റവും ഉന്നതമായ മർത്തബ. രണ്ടാമത്തേത് സബർ, ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും സബർ കൈക്കൊള്ളുക എന്നത്. രണ്ടും വലിയ മർത്തബകളാണ്. ഇതെല്ലാം സബറിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ റസൂൽ ചെയ്തു സ്വല്ലല്ലാഹു വസല്ലമു വബറകാതുഹു അലൈഹി. ഹത്താ ഫാഖ ഉലുൽ അസ്മി മിനൽ മുർസലീൻ. എത്രത്തോളം ഉലുൽ അസ്മായ നബിമാരിൽ ഏറ്റവും മുകളിൽ ആ സ്ഥാനത്തെത്തുന്നത് വരെ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അഫ്ദലുൽ അംബിയ, നബിമാരിൽ തന്നെ ഏറ്റവും ഫضലുള്ള നബിമാരുണ്ട്. ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇവരെക്കാളും മുകളിൽ ആണ് ആരുടെ സ്ഥാനം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. സ്വല്ലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ. അല്ലാഹു പറയുന്നു فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. മക്കിയായ സൂറത്തുകളിൽ പൊതുവെ ഉള്ളതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അതിന്റെ ഭീതിതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ താക്കീതുകൾ ഈ സൂറത്തിലും നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു ഫഇദാ നുഖിറ ഫിൻ നാഖൂർ. നാഖൂർ യാനി അസ്സൂർ, കാഹളം ആണ് അസ്സൂർ, നാഖൂർ. അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് സൂറിൽ ഊതുന്നതോടെയാണ്. അള്ളാഹു അതിനുവേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ടുള്ള ഇസ്രാഫീൽ എന്ന മലക്ക് അതിൽ ആദ്യത്തെ ഊതൂതിയാൽ فإذا نفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى. ഒന്നാമത്തെ ഊതൂതിയാൽ എല്ലാവരും അതാ താഴെ വീഴുന്നതാണ്, മരിച്ചു വീഴുന്നതാണ്. ثم نفخ فيه أخرى, രണ്ടാമത്തെ ഊതൂതപ്പെട്ടാൽ فإذا هم قيام ينظرون, അവരത് എണീറ്റ് നിൽക്കുകയായി, എല്ലാവരും എണീറ്റ് നിന്ന് നോക്കുകയായി. ഈ സൂർ അതിനാണ് നാഖൂർ എന്ന് പറയുക. അതൊരു ഖർനിന്റെ ആകൃതിയിലാണ്, അതൊരു കൊമ്പിന്റെ ആകൃതിയാണ് അതിന്. ഫൈദാ നുഖിറ യാനി ഫൈദാ നുഫിഖ, ഊതപ്പെട്ടാൽ. ഫിൻ നാഖൂർ, നാഖൂർ എന്നാൽ ഫിസ്സൂർ, സൂർ ആ കാഹളത്തിൽ ഊതപ്പെട്ടാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. كيف أنعم وصاحب القرن قد التقم القرن وحنى جبهته وأصغى سمعه ينتظر متى يؤمر فينفخ. رسول الله صلى الله عليه وسلم പറഞ്ഞു كيف أنعم, ഞാനങ്ങനെ സുഖിച്ച് ജീവിക്കാനാണ്, ഞാനങ്ങനെ സുഖിച്ച് ജീവിക്കാനാണ്. قد التقم القرن وصاحب القرن قد التقم القرن. കാഹളത്തിന്റെ സാഹിബ്, കാഹളം ഊതാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് അത് ഇൽതഖം, വായിലേക്ക് വെച്ച് നിൽക്കുകയാണ്. വഹന ജബ്ഹതഹു, നെറ്റി ചെരിച്ചിട്ടുണ്ട്. അസ്ഗാ സമഅഹു, കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ നോട്ടം, ആ മലക്കിന്റെ നോട്ടം എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ അർശിന് നേരെയാണ്. കണ്ണ് അവിടുന്ന് തെറ്റിക്കുകയില്ല ഒരിക്കലും. എന്തിനാണ്? യന്തദർ, കാത്തിരിക്കുന്നു. മറ്റ യുഅ്മർ, എപ്പോഴാണ് കൽപ്പിക്കപ്പെടുന്നത്, അള്ളാഹിന്റെ കൽപ്പന വരുന്നത്, ഫയൻഫുഖ്, ഉദാൻ. കണ്ണ് തെറ്റിക്കാത്തത് അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ അള്ളാഹുവിന്റെ അർശിലേക്ക് നോക്കുന്ന നേരം പോലും വൈകരുത്. എന്തിന്? ഉദാൻ, അതിനു വേണ്ടിയാണ്. ഞാനങ്ങനെ പിന്നെ സുഖലോലുപനായി ജീവിക്കാനാണ്. ഫഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് ചോദിച്ചു, ഫമാ തഅമുറുനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അവിടുന്ന് കൽപ്പിക്കുന്നത്? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ, നിങ്ങൾ പറയുക, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ
അലല്ലാഹി തവക്കൽനാ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. കാരണം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തുറവി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ, ഒരുപാട് അദ്കാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രയാസത്തിന്റെ സമയത്ത് ഇത് പറഞ്ഞു, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, എല്ലാവരും നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിച്ചോളൂ എന്ന് പലരും വന്ന് നബിയോടും സഹാബത്തിനോടും പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ കൂടി. ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അഹ്സാബിന്റെ സമയത്ത് നബിയും സഹാബത്തും പറഞ്ഞിട്ടുള്ള വാക്കാണിത്. അതുകൊണ്ട് ഫർജുൽ ഖുർബാത്ത്, പ്രയാസങ്ങൾ വരുമ്പോൾ നീങ്ങാനുള്ള അദ്കാറുകളിൽ ഇത് ഈ ദിക്ർ ഉലമാക്കൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് اللهم اصلح لي شأني كله ولا تكلني إلى نفسي طرفة عين الله الله ربي لا أشرك به شيئا അതുപോലെ لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. അതുപോലെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹുവിന്റെ ചില പേരുകൾ യാ ഹയ്യു യാ ഖയ്യൂം. അതുപോലെ اللهم إني أسألك بأني أشهد أن لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد എന്നിട്ട് ദുആ ചെയ്യുക لا إله إلا أنت سبحانك إني كنت من الظالمين. അതുപോലെ يا ذا الجلال والإكرام. അതുപോലെ يا حي يا قيوم എന്ന പേര് لا إله إلا أنت الرحمن الرحيم എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ചില പേരുകൾ, ചില ദുആ, അതിൽ പ്രയാസങ്ങൾ നീങ്ങാൻ ഇത് ഉലമാക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആ എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ചിലർ ഇത് ദുആ ചെയ്തിട്ട് വിചാരിക്കും എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, എന്താണ് ഉത്തരം? ദുആ എന്നത് ഇബ്നു ഖയ്യിം പറഞ്ഞു വാള് പോലെയാണത്. അവിടെ മുറിയണമെങ്കിൽ വാള് മാത്രം നന്നായാൽ പോരാ, അത് ഉപയോഗിക്കുന്നവന്റെ കൈ നല്ല ബലമുള്ളതായിരിക്കണം, വേറെ തടസ്സമുണ്ടാകാൻ പാടില്ല എന്നതുപോലെയാണ് ചില ദുആ. ഈ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ ദുആ, അത് ദുആ ചെയ്യുന്നവന്റെ ഖൽബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു ദുആ സ്വീകരിക്കുകയില്ല മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ഖൽബിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ അവന്റെ ഹാജ, അവന്റെ ആവശ്യം, അവന്റെ ഖൽബ് എത്രമാത്രം അവിടെ ഹാദിറായിട്ടുണ്ട് ആ ദുആയിൽ, അവന്റെ ആവശ്യം എന്താണ്, അവൻ ദുആ ചെയ്യുന്ന സമയം, അതുപോലെ മവാനി ഉണ്ടാകാൻ പാടില്ല, തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഹറാമ് കലർന്ന റിസ്ക്, ഹറാമായ റിസ്ക്, അത് ഉള്ളവന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെ അവൻ ഉത്തരം കിട്ടാനാണ് എന്ന ദുആ ഉണ്ട് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ. അതിന് ഉലമാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സാധ്യത വളരെ കുറവാണ് എന്നാണ്. ഒരിക്കലും കിട്ടുകയില്ല എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഹ്മാനാണ്, അവൻ ദുആ സ്വീകരിക്കുന്നവനാണ്. പക്ഷെ അവരുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവർ വലിയ അപകടത്തിനാണുള്ളത്. അതിങ്ങനെയാണ് ദുആ അതിന്റെ ഉത്തരം കിട്ടൽ ഇങ്ങനെ പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ദുആ ഇബാദത്താണ്, ഒരിക്കലും അതിൽ മടുക്കാൻ പാടില്ല. ദുആ ഇബാദത്താണ്, ഇബാദത്ത് ചെയ്ത് മടുക്കരുത്. മാലം യസ്തഅജിൽ, അവൻ ഇസ്തിഅജാൽ കാണിക്കാത്തടത്തോളം അവൻ ഉത്തരം കിട്ടും. എന്താണ് അവൻ ഇസ്തിഅജാൽ കാണിക്കുക? ദഅഉതു ഫലം യുസ്തജബ് ലി, ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടിയില്ല, അങ്ങനെ മടുത്ത് ദുആ തന്നെ ഒഴിവാക്കുക പാടില്ല. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു കോപിക്കുന്നു മല്ലം യസ്അലില്ലാഹ യഗ്ളബ അലൈഹി, അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹു കോപിക്കും.
പടപ്പുകളുടെ അവസ്ഥ എന്താണ്? ചോദിക്കുന്നവരോടാണ് പടപ്പുകൾ കോപിക്കുക. നമ്മളോടൊരു കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നാൽ, ഒരാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അവരോട് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ദമ്മ് ചെയ്യപ്പെട്ടത്. മസാല മദ്മൂമാണ്, ജനങ്ങളോടുള്ള ചോദ്യം മദ്മൂമാണ്, അത് മോശമായ കാര്യമാണ്. മറിച്ച് റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. റബ്ബ് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, ജനങ്ങൾ ചോദിക്കുന്നവരെ വെറുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളുടെ ഇഷ്ടവും അള്ളാഹുവിന്റെ ഇഷ്ടവും കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇസ്ഹദ് മാ ഫി ദുനിയ യുഹിബ്ബുക അല്ലാഹ് വസ്ഹദ് മാ ഫി ഐദിൻ നാസ് യുഹിബ്ബുക അന്നാസ്. നീ ദുനിയാവിനോട് സുഹൃദ് കാണിക്കുക, വിരക്തി കാണിക്കുക, വിലയില്ലാത്തതായി കാണുക എന്നതാണ് സുഹൃദിന്റെ അർത്ഥം. വിലയില്ലാത്തതായി കാണുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിൽക്കാൻ വേണ്ടി പോയ സന്ദർഭം അള്ളാഹു പറഞ്ഞില്ലേ? وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. യൂസുഫിനെ അവർ തുച്ഛമായ ദിർഹമുകൾക്ക് വിറ്റുകൾ. കാരണം അവർ യൂസുഫിനെ മിനസ്സാഹിദീൻ, ജാഹിദീങ്ങളായിരുന്നു യൂസുഫിന്റെ വിഷയത്തിൽ, അത്ര വിലയുള്ളതായി കണ്ടില്ല. അങ്ങനെ നീ ദുനിയാവിനെ കാണുക, നിന്നെ അള്ളാഹു സ്നേഹിക്കും. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ സുഹൃത്ത് കാണിക്കുക. ജനങ്ങളുടെ കയ്യിലുള്ളത് നിന്റെ പിന്നാലെ നിന്റെ കണ്ണ് പായിക്കാതിരിക്കുക, എങ്കിൽ ജനങ്ങളും നിന്നെ സ്നേഹിക്കും എന്നാണ്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി, നാം അവർക്ക് കൊടുത്തിട്ടുള്ള സുഖങ്ങൾ അതിന്റെ പിന്നാലെ നീ നിന്റെ കണ്ണ് പായിക്കരുത്. അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. വറിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖാ, നിന്റെ റബ്ബിന്റെ റിസ്ഖാണ് ഖൈറുൻ വഅബ്ഖാ. അള്ളാഹു പറയുന്നു ഫൈദാ നുഖറ ഫിന്നാഖൂർ, നാഖൂറിൽ ഊതപ്പെട്ടാൽ അഥവാ സൂറിൽ ഊതപ്പെട്ടാൽ. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.